ഹേയ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ കുറേ പേര് എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കാറുണ്ട്, ഞാൻ എങ്ങനെയാണ് പാൽപ്പാടൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കുമ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് വീഡിയോ കാണുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 5:30ക്കാണ് കേട്ടോ. 5:30ക്ക് എണീറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് എല്ലാ റുട്ടീനും തെറ്റിപ്പോവും. കാരണം രാവിലെ 6:15-നാണ് മക്കൾക്ക് മദ്രസ ഉള്ളത്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കിനും അവരെയും വിളിച്ചുണർത്തി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു കാലിച്ചായ കുടിക്കും. ചില ദിവസം വേണമെന്ന് പറയും, ചില ദിവസം ഉണ്ടാക്കി കൊടുത്താൽ അവർ കുടിക്കില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരെ മദ്രസയിലേക്ക് വിട്ടതിന് ശേഷം നമ്മൾ എവിടേക്കെങ്കിലും ഒന്ന് പോവും നടക്കാനായിട്ട്. ഇത് ഭയങ്കര വർക്കൗട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല, പക്ഷേ രാവിലെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി കുറച്ച് നേരം ഒന്ന് നടന്ന് ചിലപ്പോൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യും. ചില ദിവസം ഇങ്ങനെ എന്തെങ്കിലും വർക്കൗട്ടൊക്കെ ചെയ്യാനുള്ള നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും, മൂഡ് ഉണ്ടാവും. ചില ദിവസം നമ്മൾ കുറച്ച് ജമ്പിങ് ജാക്സും പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. ചില ദിവസം വെറുതെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് വരും, ചില ദിവസം ഒന്നും ചെയ്യൂല, വെറുതെ ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് വരും. എന്നാലും നമ്മൾ പോവാറുണ്ട് കേട്ടോ. ഇത് അപ്പം നമ്മൾ വന്നത് സരോവരത്തേക്കാണ്. നമ്മൾ മിക്കവാറും എല്ലാ ദിവസവും വരാറ് സരോവരത്തേക്കാണ്, കാരണം അതാണ് നമുക്ക് അടുത്ത്. പിന്നെ ചില ദിവസം ഇതുപോലെ ഒരു ചേഞ്ച് ഓഫ് പ്ലേസ് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബീച്ചിലേക്ക് പോകും. അപ്പോൾ ബീച്ചിൽ ഇത്ര ഒരു സ്പേസും പിന്നെ അതുപോലെ മഴയൊക്കെ ആകുമ്പോൾ ബീച്ചിൽ പോയാൽ നമുക്ക് നടക്കാൻ അത്ര കംഫർട്ടല്ല. എന്നാലും പോവുട്ടോ. ഈ ബീച്ചിൽ പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കാനൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഇങ്ങനെ ഒന്ന് നടന്നൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര റിഫ്രഷ്ഡ് ആണ്, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ആണ്. പിന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും പിന്നെ അതുപോലെ വേഗം മാറ്റി റെഡിയായി കുളിച്ച് ക്ലിനിക്കിലേക്കൊക്കെ പോകാനൊക്കെ അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു എനർജിയാണ്. മാത്രമല്ല നമുക്ക് പലതരം ആളുകളെ പരിചയപ്പെടാനും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അന്ന് എനിക്ക് ക്ലിനിക്കിലെ കേസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാത്തയോൺ ആയിരുന്നു. ഗ്ലൂട്ടാത്തയോൺ IV ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ ടാബ്ലറ്റും എടുക്കണം. ഇത് നമ്മളെ സ്കിൻ ടോണൊക്കെ ഒരു 1-2 ഷെയ്ഡൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല അതൊരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻറ്റും കൂടാണ്. അപ്പോൾ അന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് സെഫിയ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ തമ്മിലെന്ന് പറഞ്ഞാൽ കോളേജ് ഡേയ്സ് മുതലുള്ള ബന്ധമാണ്. അതായത് ഇപ്പോൾ ഏകദേശം 13 വർഷമായി കാണും. അപ്പോൾ ഫ്രണ്ടാണോ എന്ന് ചോദിച്ചാൽ വെറും ഫ്രണ്ടാണെന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും ഡീപ്പായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാട്ടോ. അപ്പോൾ ഇതെല്ലാം സെഫിയൻ്റെ ഉമ്മ എനിക്ക് കൊടുത്തയച്ചതാണ്. ഒരു 2 ദിവസം മുന്നേ സെഫിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫറൻ്റെ അടുത്തേക്ക് പോകുന്നുള്ളത്. അപ്പോഴത്തേക്ക് ഇതെല്ലാം ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ. നിങ്ങൾക്കൊക്കെ നിങ്ങൾ ഫ്രണ്ട്സ് ഇങ്ങനെ കൊണ്ടുതരാറുണ്ടോ? എനിക്കിതൊരു പ്രാവശ്യമില്ല കേട്ടോ. എപ്പോൾ സെഫിയ വരുമ്പോഴും ഉമ്മ ഇതുപോലെ കൊടുത്തയക്കും കേട്ടോ. അതാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ. ബന്ധങ്ങൾ എപ്പോഴും രക്തബന്ധം തന്നെ ആയിക്കൊള്ളണം എന്നില്ലല്ലോ അല്ലേ. അപ്പോൾ ഉമ്മ കൊടുത്തയച്ച ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി അരിയുണ്ട, പിന്നെ ഇതുപോലെ ഉന്നക്കായി ഉമ്മ ഫ്രീസ് ചെയ്തതാട്ടോ, ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്തതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ക്ലിനിക്ക് കഴിഞ്ഞ് വന്ന പാടന്നെ അതൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാം, എന്നാൽ മക്കൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാമല്ലോ. അങ്ങനെ ഉന്നക്കായി ഞാൻ ഫ്രൈ ചെയ്തു. പിന്നെ ഉണ്ടായിരുന്നത് കോഴിയുടെ ആട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. സെഫിൻ്റെ ഉമ്മ എന്തുണ്ടാക്കി കൊടുത്തയച്ചാലും ഭയങ്കര ടേസ്റ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു മീനിൻ്റെ ഒരു ചട്ടിപ്പത്തിരി പോലത്തെ ഒരു സാധനം, മീനടാന്ന മീൻ പത്തിൽ നിന്ന് എന്തോന്ന് പറഞ്ഞത് സെഫിയ, അപ്പോൾ അതാണ് കൊടുത്തയച്ചത്. ഞാൻ ഫിഷ് കഴിക്കൂല, പക്ഷെ മക്കളും ഒക്കെ കഴിച്ചിട്ട് അത് അന്ന് ഉമ്മക്കും ഉപ്പക്കൊക്കെ കൊടുത്തു വിട്ടിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഉമ്മൻ്റെ കുക്കിംഗ് അടിപൊളിയാണ്. പിന്നെ അതുപോലെ ഉമ്മാൻ്റെ സിസ്റ്റർ എനിക്ക് മറ്റേ കോഴിയുടെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്, ഒരുപാടും ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഫ്രീസ് ചെയ്ത് കോഴിയട, അതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും ഞാൻ വന്ന പാടെ ഇതെല്ലാം ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഫ്രൈ ചെയ്ത് നല്ലൊരു ചായയൊക്കെ ഉണ്ടാക്കി
ഞാൻ അപ്പം തന്നെ ഒരു 2-3 ടേസ്റ്റ് ചെയ്തു കേട്ടോ. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അന്ന് ഞാൻ വേറെ ഫുഡൊന്നും കഴിച്ചില്ല. അന്ന് ലഞ്ചിന് പകരം ഞാൻ ചായയും ഉന്നക്കായും അരിയുണ്ടൊക്കെ തന്നെയാണ് കഴിച്ചത്. അങ്ങനെ ഫ്രിഡ്ജ് നോക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മൾ പാൽപ്പാടൊക്കെ ഇട്ട് വെക്കുന്ന പാത്രമൊക്കെ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് അതിൻ്റെ നെയ്യൊക്കെ എടുക്കാം, എന്നാൽ പിന്നെ ആ പാത്രം കാലിയാവുമല്ലോ. അപ്പം ഞാൻ ഈ പാൽപ്പാട എങ്ങനെയാണ് എടുക്കാമെന്ന് വെച്ചാൽ, രാത്രി നല്ലോണം പാൽ കാച്ചിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. രാത്രി വെച്ചതാണ് പാൽ. അപ്പോൾ ഇത് രാവിലെ ആയി കഴിഞ്ഞാൽ അതിൻ്റെ പാട ഇതുപോലെ സെറ്റായിട്ട് ഈ പാലിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. മൂടി വെക്കാൻ പാടില്ല കേട്ടോ, കാരണം ഇതിൻ്റെ ചൂട്, ഇതിൻ്റെ ആവി ആ മൂടിയിലേക്കായിട്ട് അത് വെള്ളം പോലെ ഉറ്റിയിട്ട് ഈ പാലിലേക്ക് തന്നെ വീഴും. അപ്പോൾ നമുക്ക് ഈ ഒരു പാൽപ്പാട ഇത്ര എഫക്റ്റീവായിട്ട് കിട്ടൂല. അപ്പം നല്ല രസത്തിൽ ഇങ്ങനെ പാൽപ്പാട കിട്ടണമെന്നുണ്ടെങ്കിൽ രാത്രിയെ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എടുത്ത് നോക്കിയാൽ എന്താ ഇതുപോലെ നല്ല പാലാണെങ്കിൽ, നല്ല കട്ടിയുള്ള നല്ല ഫാറ്റുള്ള പാലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് പാൽപ്പാട കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ നമ്മൾ 1 ലിറ്റർ മിൽക്കാണ്. അപ്പോൾ ഡെയിലി നമ്മളിവിടെ 1 ലിറ്റർ മിൽക്ക് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതുപോലെ ഇന്നും രാത്രി ഇതുപോലെ പാല് കാച്ചി വെക്കും, രാവിലെ അതെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ അതിലത്തെ പാൽപ്പാട എടുത്തിട്ട് മാറ്റി വെക്കും. എന്നാലും അത് രണ്ടാമത് പാല് ചൂടാക്കുമ്പോൾ നമുക്ക് അതിലേക്ക് പിന്നെ അതിലെ പാട ഇങ്ങനെ ഊറി വരുന്നത് കാണാം കേട്ടോ. അത് പിന്നെ ഞാൻ അങ്ങനെ എടുക്കാറില്ല. അപ്പം അങ്ങനെ ഈ ഒരു പാത്രം ഫുള്ളായപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഇതിൽ നെയ്യ് ഉണ്ടാക്കാം. അപ്പം നമ്മൾ നെയ്യ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെക്കണം കേട്ടോ. പിന്നെ അധികം ചൂടുള്ള സമയത്ത് ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കാണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ് നല്ലത്. ഉണ്ടാക്കുന്നെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കുന്നതാണ് ബെസ്റ്റ്. അതായത് നമ്മളെ പണി പെട്ടെന്ന് തീരും. അപ്പം ഞാൻ തലേ ദിവസം രാത്രി ഒരു 2 ബോട്ടിൽ വെള്ളം ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല തണുത്ത വെള്ളം. അപ്പോൾ ഒരു ബോട്ടിലത്തെ വെള്ളം ഞാനൊരു അത്യാവശ്യം ഒരു കുഴിയുള്ള ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമുക്ക് ആദ്യം കിട്ടുന്ന ബട്ടർ ആ ഒരു തണുത്ത വെള്ളത്തിലേക്കാണ് ഇടേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് വേറെ ഒരു ചെറിയ ഒരു പാത്രത്തിലും കൂടെ ഇതുപോലെ പാൽപ്പാട ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് കേട്ടോ ഞാൻ ഈ പാൽപ്പാട ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഈ പാട കളക്ട് ചെയ്യുന്ന ഈ പാത്രമില്ലേ, ഇത് മഴക്കാലം ആയതുകൊണ്ടാണ് ഞാൻ താഴെ വെച്ചത്. ഇല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെ നമുക്ക് ബട്ടർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം, അതായത് സാദാ വെള്ളവും പിന്നെ കുറച്ച് വേറൊരു ബൗളിൽ തണുത്ത വെള്ളവും ഒക്കെ സെറ്റാക്കി വെക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഈ പാട ഒരു 2-3 സ്പൂണ് എടുത്തിട്ട് മിക്സിയിലേക്ക് ഇടുക. അപ്പോൾ പാടയ്ക്ക് അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും കേട്ടോ. അപ്പം നല്ല തണുപ്പുള്ള പാടയും പിന്നെ അതിലേക്ക് നമ്മൾ നോർമൽ വെള്ളമാണ് ഒഴിക്കേണ്ടത്, തണുത്ത വെള്ളമല്ല, നോർമലായിട്ടുള്ള വെള്ളം, സാദാ വെള്ളമില്ലേ അത് ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സി നിറച്ചെടുക്കണ്ട. പിന്നെ മിക്സിൻ്റെ മൂടിയൊക്കെ തുറന്നു പോയാൽ നല്ല പണി കിട്ടും. അപ്പോൾ മിക്സിയിൽ ഇങ്ങനെ അടിച്ച് ഒരു 2-3 മിനിറ്റ് അത്രയും വേണ്ടി വരില്ല. നമ്മൾ നല്ലോണം ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ചെറിയ സ്പീഡിൽ അടിച്ചാൽ മതി കേട്ടോ, വലിയ സ്പീഡൊന്നും വേണ്ട. ഞാൻ 1 ഇട്ടിട്ടാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇതിലുള്ള നെയ്യ് ഇങ്ങനെ പൊങ്ങി കിടക്കും കേട്ടോ. അത് നമുക്ക് മെല്ലെ കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഒക്കെ മെല്ലെ എടുത്തിട്ട് നമ്മൾ ആ തണുത്ത വെള്ളമില്ലേ, ചിൽഡ് വാട്ടർ ഇല്ലേ, അതിലേക്കാണ് ഇടേണ്ടത് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കൂടി വരും. അങ്ങനെ അതിനെ കളക്ട് ചെയ്ത് ഒരു ചെറിയ ബോളാക്കിയിട്ട് ഞാനത് ആ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലങ്ങനെ പൊങ്ങിക്കിടക്കുകയും ചെയ്യും. മാത്രമല്ല അതിനെ ഒന്നും കൂടെ, ഇതിപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, ആ തണുത്ത വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ഒന്ന് ഹാർഡായിട്ട് കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ആദ്യം ഒരു ചെറിയ ബാച്ച് എടുത്തിട്ട് ഇതുപോലെ അടിച്ചു. അപ്പം എന്നിട്ട് ആ വെള്ളം നമ്മൾ കളയണം കേട്ടോ. പിന്നെ ആ വെള്ളം നമ്മൾ വെക്കരുത്, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ഇടരുത്. ആ വെള്ളം ഫുള്ളി കളയുക. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ എനിക്കൊന്നും വേസ്റ്റ് ചെയ്യണത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്
ആ പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഇത്തിരി സാദാ വെള്ളം കേട്ടോ, സാദാ വെള്ളം ഒഴിച്ച് വീണ്ടും ഞാൻ അടിച്ചു. അപ്പോൾ ചില സമയത്ത് ഞാൻ പറഞ്ഞുതരാം, ചിലർക്ക് ചിലപ്പം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അതായത് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളത് സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ എടുക്കാൻ നോക്കിയതാ ഇങ്ങനെ കിട്ടൂല, ഇങ്ങനെ ലൂസായിട്ട് കിടക്കും കേട്ടോ. അപ്പം എന്ത് ചെയ്താൽ മതി, ഒന്നും കൂടെ മൂടിയിട്ട് ഒരു മിനിറ്റും കൂടെ അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ്സും കൂടെ. കണ്ടോ, ഇതിപ്പോൾ നമുക്ക് എടുക്കാനേ കിട്ടുന്നില്ല, ആദ്യത്തെ പോലെ അല്ലല്ലോ. അപ്പോൾ ഒന്നും കൂടെ മൂടിയിട്ട് ഒരു 2 മിനിറ്റ് എന്നൊന്നും പറയാനില്ല, ഒരു 30 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു 35 സെക്കൻഡോ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അത് ഇതുപോലെ തന്നെ കറക്റ്റ് മുകളിലോട്ട് പൊങ്ങി വരും കേട്ടോ. പിന്നെ അത് ഇതുപോലെ നല്ല വൃത്തിക്ക് നമുക്ക് അതിൽ നിന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്കൂപ്പ് ചെയ്യാൻ ഇതിൽ നിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ, അതായത് ഇതിൻ്റെ ഈ ചൂടും തണുപ്പും ഒക്കെ കറക്റ്റ് ആവണം കേട്ടോ. പാട എപ്പോഴും തണുത്തിരിക്കണം. അങ്ങനെ തണുത്തിരിക്കുമ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം നോർമൽ വെള്ളം ഒഴിച്ചാൽ മതി. തണുത്ത വെള്ളം ഒഴിച്ചാലും ചിലപ്പോൾ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ അതാ ഞാൻ പറഞ്ഞത്, എല്ലാ സാധനങ്ങളും ആദ്യം റെഡിയാക്കി വെക്കുക, എന്നിട്ട് മാത്രം ഫ്രിഡ്ജിൽ നിന്ന് പാട പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് നമ്മളെ പണി തുടങ്ങിയാൽ മതി. പിന്നെ ഈ പാൽപ്പാട കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ നിന്നിപ്പോൾ ഒരുപാട് നെയ്യ് കിട്ടുമെന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ബട്ടർ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടും. പക്ഷേ നെയ്യ് ആയി വരുമ്പോഴത്തേനും നല്ല ക്വാണ്ടിറ്റി അത്യാവശ്യം നല്ല കുറവായിരിക്കും. അപ്പോൾ ഇത് അന്നത്തെ പാലും കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിലത്തെയും കൂടെ പാട ഞാൻ എടുത്തതാണ്. ഏതായാലും ഉണ്ടാക്കല്ലേ, അപ്പോൾ അതും കൂടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അന്നത്തെ ദിവസം ഈ നെയ്യ് എടുക്കൽ എനിക്ക് കുറച്ചൊരു ടാസ്ക് ആയിട്ടോ. കാരണം ഞാൻ 3-ാമത്തോ 4-ാമത്തോ പ്രാവശ്യം മിക്സിയിൽ വെച്ച് അടിക്കുമ്പോൾ പെട്ടെന്ന് ഇത് പുറത്തേക്ക് വെള്ളം മാത്രമല്ലേ, അപ്പോൾ മിക്സിൻ്റെ മൂടി ഇത്തിരി തുറന്നുപോയി. അങ്ങനെ കുറച്ചെല്ലാം അവിടെ ഇവിടെ എല്ലാം ആയി. പിന്നെ അത് ക്ലീൻ ചെയ്യാൻ നിന്നു, കാരണം പാലല്ലേ, അപ്പോൾ ക്ലീൻ ചെയ്യാണ്ട് വെക്കൊക്കെ ചെയ്താൽ ഭയങ്കര സ്മെല്ലാവൂലേ. അങ്ങനെ എനിക്ക് കുറേ പണി കിട്ടിയിട്ടോ. അപ്പോൾ ബട്ടർ എല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ബട്ടർ നേരെ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ മിക്സിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേഗം ആ മിക്സി കഴുകി വെക്കുകയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ആ മിക്സിൻ്റെ കൈമലും പിന്നെ അവിടെ ഇവിടെയൊക്കെ ഈ പാലിൻ്റെ ഈ ഒരു അംശമാവുമല്ലോ. അപ്പോൾ അത് പിന്നെ നമ്മൾ പിന്നത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി സ്മെല്ലാവും. അപ്പോൾ മിക്സി നമ്മൾ എത്ര കഴുകിയാലും സോപ്പിട്ട് കഴുകിയാലും വൃത്തിയാവില്ല. അതിനാണ് ഞാൻ കുറച്ച് ഇതുപോലെ വെള്ളം ബോയിൽ ചെയ്തിട്ട് മിക്സിയിലേക്ക് ഒഴിച്ച് ഒന്ന് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി. പിന്നെ മൂടി ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഹോട്ട് വാട്ടർ ഇട്ടിട്ട് മൂടി ഒന്ന് അതിൽ മുക്കിയെടുത്തിട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോഴേ മിക്സിയൊക്കെ വൃത്തിയാവുള്ളൂ. എസ്പെഷ്യലി നമ്മൾ ഇതുപോലെ മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും, നല്ലോണം ക്ലീൻ ആയിട്ടില്ലെങ്കിൽ കേട്ടോ. അങ്ങനെ മിക്സിയും ക്ലീൻ ആക്കി, അതുപോലെ ആ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം കേട്ടോ ഞാൻ പിന്നെ അടുത്ത പ്രൊസീജിയറിലേക്ക് പോയത്. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ബട്ടറാണ് കേട്ടോ ഇതാണ് നല്ല ഫ്രഷ് ഹോം മെയ്ഡ് ബട്ടർ. അപ്പോൾ ഇത് ഞാൻ ഏകദേശം അത് അത്രയും പാൽപ്പാട ഞാൻ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ബട്ടർ ഇട്ട വെള്ളമില്ലേ, നമ്മൾ ആദ്യം ബട്ടർ ഇടാൻ തുടങ്ങിയ വെള്ളത്തിൻ്റെ തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അത് വേഗം ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് അങ്ങനെയാണ് ഞാൻ പിന്നെ കൗണ്ടർ ടോപ്പും ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ വീണ്ടും ഞാൻ വേറൊരു ബൗളെടുത്ത് അതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഈ ബട്ടർ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടോ. സാധാരണ എല്ലാവരും തൈര് കടഞ്ഞിട്ടാണല്ലോ ഇതുപോലെ ബട്ടർ എടുക്കാറ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ബട്ടറിന് ചെറിയൊരു പുളി ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ 3-4 പ്രാവശ്യമൊക്കെ ഇതുപോലെ വെള്ളം മാറ്റിയിട്ട് ആ ബട്ടർ നല്ലോണം അതിൻ്റെ പുളിയൊക്കെ കളയണം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ നേരെ പാൽപ്പാടയിൽ നിന്ന് എടുക്കുന്നതായതുകൊണ്ട് അതിനങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ബട്ടർ റെഡിയാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇത്തിരി സോൾട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യാനും പിന്നെ അതുപോലെ മക്കൾക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലും
ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ബട്ടർ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. അതിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനമൊക്കെ ആയതുകൊണ്ട് അത് ഭയങ്കര ഫ്രഷും ആയിരിക്കും, ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. മാത്രമല്ല നമുക്കൊരു 6 മാസമൊക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു 8 മാസം 9 മാസമൊക്കെ ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ ബട്ടർ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഹോം മെയ്ഡ് ബട്ടറൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഫുഡിൽ കുറച്ച് ഇതുപോലൊരു ചെറിയൊരു ടീസ്പൂൺ ഇങ്ങനെ ബട്ടറൊക്കെ ആഡ് ചെയ്താൽ ഭയങ്കര നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ ഈ ബട്ടർ വെച്ചിട്ട് നമ്മൾ ഗീ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അതിന് ആദ്യം ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ബട്ടർ എടുത്തിടുക. അപ്പോൾ അത് മെൽട്ടായിട്ട് വരുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മാത്രമല്ല ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ചെറിയ ഉള്ളി, അതായത് ചുവന്നുള്ളി ഇല്ലേ, ചെറിയ ഉള്ളി, അതൊരെണ്ണം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല, ഇതിന് നല്ലൊരു സ്മെല്ല് കൊടുക്കും കേട്ടോ ഈ നെയ്യ്. അതായത് നെയ്യ് ഏകദേശം നമുക്ക് ആ നെയ്യിൻ്റെ ഒരു കറക്റ്റ് പാകമുണ്ട്. ആ പാകമായി വരുമ്പോഴത്തേക്കിനും ആ ഉള്ളിയും അതേ ഒരു പാകത്തിലേക്ക് ആയി വരും കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും നമ്മുടെ നെയ്യിന്. ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല, അങ്ങനെ താല്പര്യം ഇല്ലാത്തവരങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. ഞാൻ പിന്നെ നെയ്യിന് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളി ഇടുന്നത്. അപ്പോൾ നമ്മൾ ഈ നെയ്യിൻ്റെ ഒരു പാകം, അതായത് ഏത് പാകത്തിലാണ് നമ്മൾ ഈ നെയ്യ് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ ഈ നെയ്യിൻ്റെ ഓരോ സ്റ്റേജും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം അങ്ങനെയാണ് ഇരിക്കുക, പിന്നെ ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു വെള്ള കളർ സാധനം ഇങ്ങനെ അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വന്ന് തുടങ്ങും. മുകളിൽ ചെറുതായിട്ടൊക്കെ പത ഉണ്ടാവും. അപ്പോൾ ആ ഒരു വൈറ്റ് കളർ ഡെപ്പോസിറ്റ് ഇല്ലേ, അത് ഗ്രാജുവലി എന്താവും, അതിലൊരു ലേശം ഒരു ഇപ്പം ഇത് വൈറ്റ് കളറാണ്, അത് മെല്ലെ മെല്ലെ ഒരു ലൈറ്റ് ബ്രൗൺ, അതായത് ഒരു നേരിയ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരാൻ തുടങ്ങും കേട്ടോ. കണ്ടപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ഉണ്ട്. അതുപോലെ മുകളിലൊരു പതയുണ്ട്. ആ പതയൊന്നും ചെയ്യണ്ട, അതെടുത്ത് ഒഴിവാക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടാക്കുക ഇങ്ങോട്ടാക്കുക, ഒന്നും ചെയ്യേണ്ടതാ. ഇങ്ങനെ ചിലപ്പോൾ പതഞ്ഞ് പൊങ്ങി വരും. പക്ഷെ നമുക്ക് അതിൻ്റെ ആ അടിയിലെ ആ ഒരു അടിയിൽ ഊറി നിൽക്കുന്ന സാധനത്തിൻ്റെ ആ ഒരു കളറാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ചെറിയൊരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു നെയ്യിൻ്റെ ഒരു ചൂട് പെട്ടെന്ന് പോവില്ലല്ലോ. അപ്പോൾ ആ ചൂടിൽ ഇരുന്നിട്ട് തന്നെ നമ്മൾ ആ ഒരു വൈറ്റ് കളർ ഡെപ്പോസിറ്റ് പിന്നെയും ഡാർക്ക് ബ്രൗൺ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഓവറായിട്ട്, അതായത് ഇത് ആ ഒരു ലൈറ്റ് ബ്രൗൺ കളർ കാണുമ്പോഴേ നമ്മൾ ഓഫാക്കണം സ്റ്റൗവ്. അത് ഓഫാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ നെയ്യിന് ഒരു കരിഞ്ഞ ടേസ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇത്തിരി മാറിപ്പോവും. അപ്പോൾ ആ ഒരു കറക്റ്റ് ടേസ്റ്റിൽ നമുക്ക് കിട്ടൂല. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ താഴെ വൈറ്റ് കളറ്, ആ ഒരു സംഭവം ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ ഇപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നെയ്യ് നല്ലോണം ചൂടാറാൻ വേണ്ടി വെക്കണം കേട്ടോ. അത് നല്ലോണം ചൂടാറി തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ആ പതയൊക്കെ തന്നെ പോകും കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടിയിലുള്ള ഈ ഡെപ്പോസിറ്റ്സ് ഇല്ലേ, അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മളൊരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴേ ഓഫാക്കി കഴിഞ്ഞാലും ഈ നെയ്യിൻ്റെ ഒരു ചൂടുകൊണ്ട് അത് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുന്നതാണ്. അപ്പം ഇതാണ് നമുക്ക് അത്രയും ബട്ടറിൽ നിന്ന് കിട്ടിയിട്ടുള്ള നെയ്യ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മിൽമൻ്റെ ചെറിയ ബോട്ടിലിൽ ഏകദേശം ആ ഒരു വലിപ്പമേ ഉള്ളൂ കേട്ടോ ഞാനിപ്പം ഇത് ഒഴിച്ച് വെക്കുന്ന ഈ ബോട്ടിൽ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ അത്രയും ബട്ടറൊക്കെ യൂസ് ചെയ്തിട്ടാണോ നമുക്ക് ആ വിലക്ക് ആ നെയ്യ് തരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ പാലിൻ്റെ ഒരു കട്ടാണ് കേട്ടോ ഈ ബ്രൗൺ കളറായിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഇട്ട ഉള്ളിയൊക്കെ ഇതുപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ആ ഉള്ളീൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് നമ്മളെ നെയ്യിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നെയ്യ് നല്ലോണം ചൂടാറിയ ശേഷം മൂടി വെക്കാവും കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ, സംഭവം അടിപൊളിയാണ്. ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.